കാർഷിക സമൃദ്ധിയുടെ നല്ല കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. ഏവർക്കും നാട്ടുപച്ചയിലേക്ക് സ്വാഗതം. അപൂർവ ഇനം പ്രാവുകളുടെ വിചിത്ര ലോകത്താണ് ഞാനിപ്പോൾ. ഇരിങ്ങാലക്കുട കോമ്പാറയിലെ സുഗു അയ്യേരിയാണ് പ്രാവുകളുടെ ഈ ലോകം ഒരുക്കിയിരിക്കുന്നത്. പ്രാവുകൾക്കൊപ്പം വിജയത്തിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ യാത്രയിൽ കൂടെ കൂടാം. കൗതുകത്തിനുള്ള പ്രാവു വളർത്തൽ ജീവിതത്തിന് ഐശ്വര്യം നൽകിയ കഥയാണ് സുഗു എന്ന സുകുമാരന് പറയാനുള്ളത്. സുഗുവിന്റെ മട്ടുപ്പാവിലെ പ്രാവുകളുടെ ലോകത്തെ കാഴ്ചകൾ പക്ഷിസ്നേഹികളെ അതിശയിപ്പിക്കും. കാഴ്ചകൾക്കൊപ്പം സുഗുവിന്റെ പ്രാവു ജീവിതം കൂടി അറിഞ്ഞാൽ ഈ പക്ഷികളെ വളർത്തി പണം കൂട്ടിലാക്കാനുള്ള മാർഗവും മനസ്സിലാക്കാം. ഇത് എന്താ പറയാ, ശരീരത്തിലെ ക്യാൻസർ കാരണമായിട്ടാവും. ഇതൊരു സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും ഇറങ്ങില്ല. പ്രാവ് വളർത്തിയിട്ടുള്ളവർ എത്ര കുറച്ചാലും വേണ്ടാന്ന് വെച്ചാൽ വീണ്ടും തിരിച്ച് തെളിക്കുന്ന വരും. കാരണം അത് അങ്ങനെയാണ്, ആ ബ്ലഡിൽ കയറിപ്പോ. ഇത്രയധികം അപൂർവ ഇനം പ്രാവുകളെ കേരളത്തിൽ ഒന്നിച്ചു കാണാൻ പ്രയാസമാണ്. ഈ ശേഖരമാണ് വിപണിയിൽ സുഗുവിന് പേര് നേടിക്കൊടുത്തത്. 60-ലധികം ഇനങ്ങളിൽപ്പെട്ട 800-ലധികം പ്രാവുകളാണ് ഇവിടെയുള്ളത്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തി 15 പ്രാവുകളുമായിട്ടായിരുന്നു തുടക്കം. ഈ ശേഖരം ഇത്ര വലുതാക്കാൻ സുഗു പാടുപെട്ടത് ചില്ലറയൊന്നുമല്ല. അത് പറഞ്ഞ പല സ്ഥലത്തായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. 1,30,000 കിലോമീറ്ററോളം ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടാണ് ഇത് കളക്ട് ചെയ്തത്. അതിൻ്റെ പൈസ എത്ര ആയെന്ന് ഞാൻ പറയണില്ല. ഇത്രയും എഫക്റ്റ് എടുത്തിട്ടാണ് ഞാൻ കളക്ട് ചെയ്തത്. ഞാൻ ഇവിടുന്ന് മധുര വരെ മോട്ടോർ സൈക്കിളിന് പോയിട്ടുണ്ട് പ്രാവ് വാങ്ങാനായിട്ട്. പ്രാവുകൾക്ക് മുമ്പുണ്ടായിരുന്ന അതിശയ വിലയിൽ ഇപ്പോൾ ചെറിയ കുറവുണ്ട്. പക്ഷേ അപൂർവ ഇനങ്ങളെ തേടി നടക്കുന്നവർ എന്തു വില കൊടുത്തും അത് വാങ്ങും. അതു മുന്നിൽ കണ്ടാണ് തന്റെ ശേഖരത്തിൽ വൈവിധ്യം സൂക്ഷിക്കാൻ സുഗു എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ബെൽജിയം ഡബിൾ ഷെയ്ഡ് ഫാൻഡൈൽ എന്നാണ് അതിൻ്റെ പേര്. ബെൽജിയം ഡബിൾ ഷെയ്ഡ് ഫാൻഡൈൽ. എൻ്റെ ഹെഡ് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് കാണാൻ പാടില്ല. അതാണ് അതിൻ്റെ ക്വാളിറ്റി. ടൈല് വാല് മാത്രം ഒരു കളറും ബോഡി ഒരു കളറും. ഇറങ്ങിയ സമയത്ത് ഇതിന് 1,00,000 രൂപ വില ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് താഴ്ന്നു പോയി വില. അതുകൊണ്ട് 15 രൂപ, കുട്ടികൾ 15-20 ക്വാളിറ്റി അനുസരിച്ചിട്ട് റേഞ്ച് പോകും. ഇതിൻ്റെ പേര് യാഹു എന്നാണ്. ഇറാഖാണ് ഏറ്റവും യാഹു എന്ന് വെച്ചാൽ അള്ളാന്ന് ഇറാഖി ഭാഷയിൽ പറയണതാണ്. അപ്പം ഈ സാധനത്തിന് നമ്മുടെ വീട്ടിൽ ഈ കൂട്ടിൽ വളർത്തും, കൂടിൻ്റെ ഐശ്വര്യമായിട്ട് വളർത്തണതാണ്. ജെയിൻ റണ്ട് അമേരിക്കയിൽ വികസിപ്പിച്ച ഒരിനമാണ്. വലിപ്പം കൊണ്ട് ശ്രദ്ധേയം, വിവിധ നിറങ്ങളിൽ കിട്ടും. എന്നാൽ ജാക്കോബിൻ ഏഷ്യൻ ഇനത്തിൽപ്പെട്ട പ്രാവാണ്. തലയ്ക്കു മുകളിൽ ഉയർന്നു നിൽക്കുന്ന തൂവലുകളാണ് ഇവയുടെ സവിശേഷത. വിദേശത്ത് പക്ഷിലേലക്കാരുടെ പ്രിയ ഇനമായ ജാക്കോബിന് ഇവിടെ ജോഡിക്ക് 6,000 മുതൽ 20,000 വരെ വിലയുണ്ട്. അഡ്രസ്സ് ഉണ്ടാക്കലാണ് ഇതിൽ വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ കയ്യിൽ ഇതിനൊരു സാധനം ഉണ്ട് എന്ന് 10 പേർ അറിഞ്ഞാലേ പുറത്തുനിന്ന് ആൾക്കാർ വരുള്ളൂ. ഇപ്പം എനിക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ശ്രീലങ്ക മറ്റുള്ള സ്ഥലത്തൊക്കെ എനിക്ക് പ്രാവ് വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. തൂവലുകൾ ചുരുണ്ട് ഒറ്റക്കാഴ്ചയിൽ തന്നെ വേറിട്ട് നിൽക്കുന്നവയാണ് ഫ്രിൽ ബാക്കുകൾ. ചുരുളിന്റെ ധാരാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ വിലയിടുന്നത്. 6 ഇനം ഫ്രില്ലുകളുണ്ട്. ഐസ് പീജിയൻ പ്രാവിനെ കാണുമ്പോൾ അതിന്റെ ചരിത്രവും ഓർക്കണം. 1856-ൽ ചാൾസ് ഡാർവിൻ നിറവ്യത്യാസം പഠിക്കാനുള്ള തന്റെ ജനിതക പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചത് ഐസ് പീജിയനെയായിരുന്നു. ഇതിന്റെ പേര് ജർമ്മൻ ബ്യൂട്ടി ഹോമർ എന്നാണ്. എൻ്റെ പീക്ക് ചുണ്ടിങ്ങനെ തടിച്ചിരിക്കും, കാണാൻ നല്ല ക്യൂട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ബ്യൂട്ടി ഹോമർ തന്നെ പേരിട്ടേക്കുന്നത്. മറ്റിനങ്ങളെ പരിചയപ്പെടും മുൻപ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രാവ് വളർത്താനായി സുഗു ശ്രദ്ധ വച്ചിരുന്ന കാര്യങ്ങൾ അറിയാം. വീടിന് മുകളിലെ മട്ടുപ്പാവിലാണ് പ്രാവുകൾക്കുള്ള താവളം. 1500 ചതുരശ്ര അടിയിൽ ഷീറ്റിട്ട് സ്ഥലമൊരുക്കി. സ്ഥലം അങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. വീട്ടിലെ ചൂട് കുറച്ചു. കൂടുകൾ കള്ളികളായി തിരിച്ച് ഇനം മാറിയുള്ള ഇണചേരൽ കുറച്ചു. കമ്പിവല കൊണ്ട് സംരക്ഷണമൊരുക്കുകയും ചെയ്തു. കൂട് ശരിയാക്കുമ്പോൾ കൂടിന് മാക്സിമം എയർ സർക്കുലേഷനുള്ള കൂടുണ്ടാക്കുക. അത് ഒരു വശത്തിൽ കൂടെ കാറ്റ് കടന്ന് മറ്റു വശത്തിൽ കൂടെ കാറ്റ് പോകണം.
അപ്പോൾ തന്നെ പകുതി അസുഖങ്ങൾ പോകും. അല്ലാതെ ഇവിടുത്തെ ഒരു അസുഖം ആ അറ്റത്ത് പോയിട്ട് ഇടിച്ച ആ എയർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ എന്ത് അസുഖമാണോ ആ അസുഖം ആ കൂട്ടിലെ എല്ലാ പ്രാവുകൾക്കും കിട്ടും. വൃത്തിയുള്ള അന്തരീക്ഷം പ്രാവുകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. മാലിന്യം നീക്കം ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രാവുകളുടെ കാഷ്ടം നല്ല വളമായതിനാൽ അത് വിറ്റ് വരുമാനവും ഉണ്ടാക്കാം. ധാന്യപ്പൊടികൾ ചേർത്ത് ഭക്ഷണത്തിനായുള്ള മിശ്രണം തയ്യാറാക്കും. വലിയ ചെലവ് വരുത്താതെ ധാന്യപ്പൊടികൾ നൽകിയാൽ തന്നെ പ്രാവുകൾ മിടുക്കോടെ വളരും. പിന്നെ ഞാൻ കൊടുക്കുന്ന തീറ്റയിൽ പയറുണ്ട്, വെജിറ്റബിൾ ഫിൻഷർ എന്നിട്ട് അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ട്, മണിച്ചോളുണ്ട്, ഗോതമ്പുണ്ട്. ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതൊരു ചീപ്പായൊരു വിലവില്ലാത്തതാണ്. ഒരിക്കലുമല്ല. ഗോതമ്പിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. പ്രാവുകൾക്ക് വളരെ അത്യാവശ്യമാണ്. തീറ്റ ഒരിക്കലും അമിതമായി നൽകരുത്. കൂട്ടിൽ അനാവശ്യമായി വിതറുകയും അരുത്. ഇവിടെ തീറ്റപാത്രങ്ങൾ കൂടരികിൽ ക്രമീകരിച്ചിരിക്കുന്ന കാരണം പ്രാവുകൾക്ക് ആവശ്യത്തിന് കഴിക്കാനാകുന്നു. എല്ലാ ദിവസവും എൻ്റെ ഫുഡിൽ മഞ്ഞപ്പൊടി ഉണ്ടാവും. അതൊരു മെയിൻ ഘടകമാണ്. ഇത് ഫുഡിൽ എന്തെങ്കിലും പോയ്സൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി സ്ഥിരം കൊടുക്കുന്ന പ്രാവുകൾക്ക് ഫോക്സ് വരില്ല. ഇനി വെള്ളത്തിന്റെ കാര്യം. നാടൻ പ്രാവുകളെ പോലെ അലഞ്ഞു നടന്ന് തീറ്റയെടുക്കാൻ കൂട്ടിലെ പ്രാവുകൾക്കാവില്ല. അത് കാരണമുള്ള വൈറ്റമിൻ നഷ്ടം കുടിവെള്ളത്തിലൂടെ പരിഹരിക്കണം. 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന സംഭരണി വഴിയാണ് ഇവിടെ ജലവിതരണം. ഇതൊരു വിറ്റാട്ടോൺ എന്ന് പറഞ്ഞൊരു ടോണിക്കാണ്. വൈറ്റമിൻ കണ്ടന്റൊക്കെ 50,000 ഉള്ളതാണ്. വൈറ്റമിൻ എ മാത്രം. ഇത് ഇതുപോലെ ഒരു 50 ml ഒഴിച്ച് ഈ വാട്ടറിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഡയലൂട്ട് ചെയ്യും. ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചാൽ മതി. ഇതിൽ വെള്ളം തീരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം തിരിച്ചു വരും. ബൊക്കാറ ട്രംപറ്റേഴ്സും ആസ്ട്രേലിയൻ ബ്ലാക്ക്, വൈറ്റ് ഇനങ്ങളും സാക്സൺ സ്വാളോയുമെല്ലാം നന്നായി വിറ്റുപോകുന്ന ഇനങ്ങളാണ്. ചെറിയൊരു കോഴിയുടെ വലിപ്പം വരെ എത്തുന്ന കിങ് എന്ന ഇനം ശരിക്കും പ്രാവുകളിൽ രാജാവ് തന്നെയാണ്. ഹോമർ, ഡച്ചസ്, മാൾട്ടീസ്, റെൻഡ് എന്നീ 4 ഇനങ്ങളുടെ ഗുണങ്ങൾ ചേർത്ത് ക്രോസ് ചെയ്താണ് കിങ്ങിനെ തയ്യാറാക്കിയത്. 1890 മുതൽ കിങ് പ്രാവ് വിപണിയിൽ അതിന്റെ തലയെടുപ്പ് തുടരുന്നു. ഇതിന്റെ പേര് ഓൾഡ് ജർമ്മൻ ക്ലോപ്പർ എന്ന് പറയും. ഇത് ഈ പറഞ്ഞൊരു വൈറ്റ് ആണ്. എപ്പോഴും പ്രാവ് വൈറ്റ് തന്നെയായിരിക്കും എപ്പോഴും മാർക്കറ്റ്. ജർമ്മൻ മാക്കി പൗഡർ എന്നാണ്. ഇപ്പൊ എഗ് ആയിട്ടിരിക്കുകയാണ്. ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ. പാക് നഗരത്തിന്റെ പേരുള്ള ലാഹോറി ജർമ്മനിയിലെത്തിയതോടെ ഹിറ്റായ ഒരിനമാണ്. ശാന്ത സ്വഭാവമാണ് ലാഹോറികളുടെ പ്രത്യേകത. ഇന്ത്യൻ ഫാൻഡെയിലുകൾ ലോക പ്രശസ്തമായത് അവ അമേരിക്കയിലെത്തിയ ശേഷമാണ്. കാലിഫോർണിയ മൃഗശാലയിൽ എത്തിക്കാനുള്ള ഇന്ത്യൻ പെരുമ്പാമ്പുകൾക്ക് യാത്രക്കിടയിൽ തീറ്റയായിട്ടാണ് ഫാൻഡലുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ബാക്കിയായ 2 ഇന്ത്യൻ ഫാൻഡലുകൾ കാലിഫോർണിയ മൃഗശാലയിലൂടെ ലോക പ്രശസ്തമായി. ഫാൻസി പ്രാവുകളെന്ന് പറഞ്ഞാൽ ആദ്യം ആൾക്കാരുടെ മനസ്സിലെത്തുന്ന പ്രാവ് ഇന്ത്യൻ ഫാൻഡയിലാണ്. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഈ പ്രാവിനെ കണ്ട് ഒരുപാട് സമയം നോക്കിയിരുന്നുണ്ട്. അന്നറിയില്ല ഞാനിങ്ങനെ പ്രാവ് വളർത്താറാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. 11 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തിയ ആളാണ് സുഗു. സുഗുവിന്റെ നാട്ടിലെ ജീവിതം അല്ലലില്ലാതാക്കിയത് ഈ പക്ഷിക്കൂട്ടമാണ്. പ്രാവുകളോട് ചെറുപ്പത്തിലെ പ്രണയത്തിലായ മകന്റെ പൂർണ്ണമായ പിന്തുണയും സാന്നിധ്യവും കൂട്ടായി. തുടക്കത്തിൽ വലിയ മുതൽ മുടക്കിന് നിൽക്കരുതെന്ന് സുഗു പറയും. വലിയ വിലയുള്ള പ്രാവുകൾക്ക് പിന്നാലെ പോകരുത്. ആരോഗ്യമുള്ള ജോഡികളെ മാത്രം വിറ്റ് മാർക്കറ്റിൽ വിശ്വാസ്യത ഉറപ്പാക്കിയതാണ് സുഗുവിന്റെ വിജയരഹസ്യം. ക്വാളിറ്റി എപ്പോഴും ക്വാളിറ്റി തന്നെയാണ്. ജനുവലായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ മാക്സിമം മെയിലും ഫീമെയിലും കൊടുക്കാൻ നോക്കുക. അസുഖമില്ലാത്ത പ്രാവുകളെ വേറെ കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് ഒരിക്കലും നശിക്കില്ല. നല്ലൊരു ബിസിനസ്സാണ്. കൂടുതൽ പ്രാവിൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റൂ. മുന്തിയ ഇനം അലങ്കാര പ്രാവുകളുടെ മുട്ടകൾ വിരിയിച്ചെടുക്കാൻ നാടൻ പ്രാവുകളെയാണ് ഉപയോഗിക്കുന്നത്. ഹോമറുകളും അടയിരിക്കാൻ മിടുക്കരാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബേർഡ് എപ്പോഴും ക്ഷീണമല്ലാണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് നിൽക്കും. അതല്ലെങ്കിൽ അവരങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി പോകും. കാണാൻ ഭംഗിയുണ്ട് അവർ. പ്രാവ് വളർത്താൻ മോഹിച്ച് അന്യസംസ്ഥാനങ്ങളിലെ ഫാമുകളിൽ സംശയങ്ങളുമായി അലഞ്ഞു നടന്നിട്ടുണ്ട് സുഗു.
പലരുടെയും പ്രതികരണം സൗഹാർദ്ദപരമായിരുന്നില്ല. അന്നൊരു വാശി തോന്നി. സ്വന്തമായി പഠിച്ച് സ്വന്തം നാട്ടിൽ പ്രാവ് വളർത്തുമെന്ന വാശി. ആ വാശിയുടെ വിജയമാണ് റെയർ പീജിയൺ എന്ന ഈ പ്രാവ് സങ്കേതം. അപൂർവ ഇനം പ്രാവുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സുഗു അയ്യേരിയുമായി ബന്ധപ്പെടാം. വിലാസം ശ്രദ്ധിക്കുക. സുഗു അയ്യേരി, അയ്യേരി ഹൗസ്, വെസ്റ്റ് കൊമ്പാറ, ഇരിങ്ങാലക്കുട. ഫോൺ നമ്പർ 9474765572. നമ്പർ ഒരിക്കൽ കൂടി 9474765572. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.